നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ബിഡീസ് ടവറിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. GCC ഉച്ചകോടിക്ക് സൗദി അറേബ്യയിലെ റിയാദിൽ തുടക്കമായി. 6 GCC രാഷ്ട്രതലവന്മാരും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇറാൻ, യമൻ വിഷയങ്ങൾ ചർച്ചയാകും. അംഗരാജ്യങ്ങളുടെ സഹകരണം വർദ്ധിപ്പിക്കലാണ് പ്രധാന അജണ്ട. ഖത്തർ ഉപരോധം അവസാനിച്ച ശേഷമുള്ള ആദ്യ ഉച്ചകോടിയാണിത്. അഫ്താബ് റഹ്മാനുണ്ട് റിയാദിൽ നിന്നും. അഫ്താബ്, സൂചിപ്പിച്ചതുപോലെ ഖത്തർ ഉപരോധം അവസാനിച്ച ശേഷമുള്ള ആദ്യ ഉച്ചകോടിയാണ് നടക്കുന്നത്. ഏതെല്ലാം രാജ്യങ്ങളാണ് ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്? എന്താണ് പ്രധാന അജണ്ടയായി വരുന്നത്? ഫാരിഷ, 6 GCC രാഷ്ട്രങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉച്ചകോടിയാണ് GCC ഉച്ചകോടി. അതിൻ്റെ 42ാമത്തെ സംഗമമാണ് ഇന്ന് ഈ സൗദിയിലെ റിയാദിൽ നടന്നത്. ഏതാണ്ട് 1 മിനിറ്റിന് മുന്നേ ഈ ഉച്ചകോടി ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. 1 മണിക്കൂറാണ് ഉച്ചകോടി നീണ്ടുനിന്നത്. പ്രധാനമായിട്ടും ഖത്തർ അമീർ, ഒപ്പം തന്നെ UAE വൈസ് പ്രസിഡന്റ്, ഒമാൻ ഭരണാധികാരി, ഒപ്പം തന്നെ ബഹ്റൈൻ രാജാവ്, ഒപ്പം കുവൈത്തിന്റെ കിരീടാവകാശി, ഇത്രയും പേരാണ് ഈ ഉച്ചകോടിയിൽ പങ്കെടുത്തത്. ഉച്ചകോടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് GCC രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യം ഊട്ടിയുറപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. ഇതോടൊപ്പം 15 മിനിറ്റോളം മാധ്യമങ്ങൾക്കോ മറ്റോ പ്രവേശനമില്ലാത്ത സ്വകാര്യമായ മറ്റൊരു ചർച്ച കൂടി ഇതിനിടയിൽ നടന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായും മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് യമൻ, ഇറാൻ അടക്കമുള്ള ചർച്ചകളാണ് ഇതിൽ നടന്നിട്ടുണ്ടാവുക. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിച്ചത് സൗദി അറേബ്യയാണ്. സ്വാഭാവികമായിട്ടും സൗദി ഭരണാധികാരി സൽമാൻ രാജാവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനാണ് ആമുഖ പ്രഭാഷണം നടത്തിയത്. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യം അംഗരാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യം ഊട്ടിയുറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഖത്തർ ഉപരോധം അവസാനിച്ച അൽ ഉല ഉച്ചകോടിക്ക് ശേഷം ആദ്യമായി നടക്കുന്ന ഉച്ചകോടിയാണ് ഇതെന്നതുകൂടി പ്രത്യേകതയുണ്ട്. മാത്രവുമല്ല, കോവിഡിന് ശേഷമുള്ള പ്രത്യാഘാതങ്ങൾ മറികടക്കുവാൻ GCC രാഷ്ട്രങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു സംഘം എന്നുള്ള പ്രത്യേകതയും ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ ഉച്ചകോടിയുടെ അവസാന റിമാർക്കുകളിൽ, അതായത് ഉച്ചകോടി അവസാനിപ്പിച്ചുകൊണ്ട് ചൂണ്ടിക്കാട്ടിയ വളരെ പ്രധാനപ്പെട്ട 2 വിഷയങ്ങളുണ്ട്. അതിൽ 2 കാര്യങ്ങളിൽ ഒന്ന് GCC രാഷ്ട്രങ്ങളിലെ ഡിജിറ്റലായിട്ടുള്ള മാറ്റമാണ്. മൊത്തം GCC രാജ്യങ്ങൾ പൂർണ്ണമായും ഡിജിറ്റൽ രീതിയിലേക്ക് പരിവർത്തിപ്പിക്കുവാൻ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന്. മറ്റൊന്ന് 2 പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ, ഒന്ന് വനിതകൾ, മറ്റൊന്ന് യുവാക്കൾ. ഈ 2 വിഭാഗത്തിന്റെയും ഉന്നമനം മുഴുവൻ GCC രാഷ്ട്രങ്ങളിലും ഉറപ്പുവരുത്തും. അതിനനുസരിച്ചുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്നുള്ളതാണ് ഉച്ചകോടിയുടെ അവസാന ഭാഗത്ത് പറഞ്ഞത്. മറ്റൊന്ന് GCC രാഷ്ട്രങ്ങളുടെ ഐക്യം തന്നെയാണ്. അതിൽ പറഞ്ഞത് ഏതെങ്കിലും ഒരു GCC രാഷ്ട്രത്തിനെതിരെ ആക്രമണമോ അല്ലെങ്കിൽ എതിരായിട്ട് എന്തെങ്കിലും നീക്കമോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എല്ലാ GCC രാഷ്ട്രങ്ങൾക്കും എതിരായുള്ള നീക്കമായി കണക്ക് കൂട്ടുകയും എല്ലാവരും ഒറ്റക്കെട്ടായി നിലകൊള്ളുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇതെടുത്തു പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇറാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചർച്ചകളുടെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്. നേരത്തെ ഇറാനുമായി നേരിട്ട് ഏറ്റുമുട്ടലിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും വലിയ വാക്കുതർക്കങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യം അനുസരിച്ച്, പ്രത്യേകിച്ച് US-ന്റെ അടക്കം ഇടപെടലിന് ശേഷം ഇറാൻ അടക്കമുള്ളവരുമായിട്ട് പുതിയൊരു ചർച്ചകളിലേക്ക് GCCയിലെ വിവിധ രാജ്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങളോ ആക്രമണങ്ങളോ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഒന്നിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളൊരു കാര്യം എടുത്തു പറയുന്നത്. അതിൽ പ്രത്യേകിച്ചും സൗദിക്കെതിരെ ഹൂത്തികളുടെ ഭാഗത്ത് യമനിലെ വിമത വിഭാഗമായ ഹൂത്തികൾ നിരന്തരം ആക്രമണം നടക്കുന്ന സാഹചര്യമുണ്ട്. ഇതിന് ഇറാൻ പിന്തുണയുണ്ടെന്ന് സൗദി അറേബ്യ നിരന്തരമായി ആവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മറ്റൊന്ന്, യമനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഉച്ചകോടിയിൽ നടന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും ഉച്ചകോടി ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ പ്രധാനമായും ഊന്നിപ്പറഞ്ഞത് ഇപ്പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒപ്പം സാധാരണ രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കടക്കം പ്രവേശനം ഉണ്ടാകുന്ന ഉച്ചകോടിയാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇത്തവണ പെട്ടെന്ന് വിളിച്ചുകൂട്ടുകയും ഒപ്പം തന്നെ അതിവേഗത്തിൽ എല്ലാ രാഷ്ട്രത്തലവന്മാരും എത്തുകയും ചെയ്ത ഒരു ഉച്ചകോടി കൂടിയായിരുന്നു ഇത്തവണത്തേത്. മാത്രവുമല്ല, വളരെ പ്രധാനപ്പെട്ട സൗദി അറേബ്യയിലെ റിയാദിൽ തുടക്കമായിരിക്കുകയാണ്. 6 GCC രാഷ്ട്രതലവന്മാരും ഈ ഉച്ചകോടിയിൽ പങ്കെടുത്തു. ഇറാൻ, യമൻ വിഷയങ്ങളാണ് മുഖ്യ ചർച്ചയാകുക. അംഗരാജ്യങ്ങളുടെ സഹകരണം വർദ്ധിപ്പിക്കലാണ് മറ്റൊരു പ്രധാന അജണ്ടയായിട്ടുള്ളത്. ഖത്തർ ഉപരോധം അവസാനിച്ച ശേഷമുള്ള ആദ്യ ഉച്ചകോടിയാണിത്. വിവരങ്ങൾ നൽകിയത് റിയാദിൽ നിന്നും അഫ്താബ് റഹ്മാൻ. 2022 ഹജ്ജ് അപേക്ഷ സമർപ്പിക്കുന്നതിനായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഏർപ്പെടുത്തിയ പ്രായപരിധി ഒഴിവാക്കി. നേരത്തെ നിശ്ചയിച്ച 65 വയസ്സ് പ്രായപരിധി ഒഴിവാക്കിയാണ് 70 വയസ്സിന് മുകളിലുള്ളവർക്ക് സംവരണ വിഭാഗത്തിൽ ഹജ്ജിന് അപേക്ഷിക്കാനുള്ള അനുമതി നൽകിയത്. നിബന്ധനകൾക്ക് വിധേയമായാണ് 70 വയസ്സിന് മുകളിലുള്ളവർക്ക് ഹജ്ജിന് അപേക്ഷിക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. നേരത്തെ ഹജ്ജ് നിർവഹിക്കാത്തവരായിരിക്കണം.
അപേക്ഷകരോടൊപ്പം അടുത്ത ബന്ധുക്കളായ സഹായി നിർബന്ധമാണ്. സഹായിക്കുന്നയാളുമായി ബന്ധം തെളിയിക്കുന്ന രേഖയും അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷകർ കൂടിയാൽ നറുക്കെടുപ്പിലൂടെയാകും തെരഞ്ഞെടുക്കുക തുടങ്ങിയവയാണ് നിബന്ധനകൾ. പ്രായപരിധി മാനദണ്ഡത്തിൽ ഇളവ് നൽകണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി സിഇഒയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഹജ്ജ് അപേക്ഷകർക്കുള്ള ഉയർന്ന പ്രായപരിധി ഒഴിവാക്കിയത്. പുതിയ തീരുമാനം സംസ്ഥാനത്തെ നിരവധി ഹജ്ജ് അപേക്ഷകർക്ക് ആശ്വാസമാകുമെന്നും ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി പറഞ്ഞു. മീഡിയ 1 മലപ്പുറം. അബുദാബിയിൽ മുസ്ലിമേതര വിഭാഗത്തിന്റെ വ്യക്തിഗത നിയമ തർക്കങ്ങൾ പരിഹരിക്കാൻ പുതിയ കുടുംബ കോടതി പ്രവർത്തനം ആരംഭിച്ചു. വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം ഉൾപ്പെടെയുള്ളവയാകും കുടുംബ കോടതിയുടെ പരിഗണനയിൽ വരിക. മുസ്ലിമേതര നിയമവ്യവസ്ഥയുടെ മികച്ച ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ കുടുംബ കോടതി. അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായ രീതിയിൽ മുസ്ലിമേതര കുടുംബങ്ങളുടെ വ്യക്തിവിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുകയാണ് പുതിയ കുടുംബ കോടതിയുടെ ലക്ഷ്യം. മാതാപിതാക്കൾ വേർപിരിയുകയാണെങ്കിൽ മക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിൽ വരും. അമുസ്ലിം കുടുംബജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും കൈകാര്യം ചെയ്യാൻ കോടതി പ്രാപ്തമാണെന്ന് അബുദാബി ജുഡീഷ്യൽ വകുപ്പ് വ്യക്തമാക്കി. ജുഡീഷ്യൽ പ്രക്രിയയുടെ നവീകരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് അമുസ്ലിം കുടുംബ കോടതി. പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാന്റെയും അബുദാബി കിരീടാവകാശിയും UAE സായുധസേന ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാന്റെയും ദീർഘവീക്ഷണമാണ് പുതിയ കുടുംബ കോടതിക്ക് പിന്നിൽ. വിശദമായ പഠനങ്ങളും വിലയിരുത്തലും നടത്തിയാണ് അമുസ്ലിം കുടുംബ കോടതിക്ക് രൂപം നൽകിയത്. അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായ രീതിയിലുള്ളതാണ് ഈ നീക്കം. വിദേശികൾക്ക് കൂടി കോടതി നടപടികൾ മനസ്സിലാക്കാൻ ഇംഗ്ലീഷ് ഭാഷയിലായിരിക്കും നടപടിക്രമങ്ങൾ ഏറെയും. മീഡിയ 1 അബുദാബി. ഇന്ത്യയിൽ നിന്ന് കോവാക്സിൻ സ്വീകരിച്ചവർക്ക് സൗദി ആരോഗ്യ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യാൻ സംവിധാനമായി. ഇതോടെ കോവാക്സിൻ സ്വീകരിച്ചവർക്കും തവക്കൽന ആപ്പിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് തെളിയും. സന്ദർശന വിസയിലുള്ളവർക്കും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ രജിസ്റ്റർ ചെയ്യാം. ഫൈസർ, മൊഡേണ, ജോൺസൺ ആൻഡ് ജോൺസൺ, ആസ്ട്രാസെനക്ക അഥവാ കോവിഷീൽഡ് എന്നീ വാക്സിനുകളാണ് സൗദിയുടെ അംഗീകൃത പട്ടികയിലുള്ളത്. ഇതിനു പുറമെ സിനോഫാം, സിനോവാക്, കോവാക്സിൻ എന്നിവ സ്വീകരിച്ചവർക്കും സൗദിയിലേക്ക് പ്രവേശനാനുമതിയുണ്ട്. എന്നാൽ കോവാക്സിൻ സ്വീകരിച്ചവർക്ക് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് സൗദി ആരോഗ്യ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യുവാൻ ഇതുവരെ സാധിച്ചിരുന്നില്ല. ഈ സേവനമാണ് ഇപ്പോൾ ലഭ്യമായി തുടങ്ങിയത്. കോവാക്സിൻ സർട്ടിഫിക്കറ്റ് മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്താൽ തവക്കൽനായിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് തെളിയും. ഇന്ത്യയിൽ നിന്ന് കോവാക്സിൻ എടുത്ത് സൗദിയിലെത്തിയവർക്കും സർട്ടിഫിക്കറ്റുകൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടാതെ സന്ദർശന വിസയിൽ സൗദിയിലെത്തിയവർക്കും അവരുടെ പാസ്പോർട്ട് നമ്പർ, ബോർഡർ നമ്പർ എന്നിവ ഉപയോഗിച്ച് വാക്സിനേഷൻ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാനാകും. നിലവിൽ സൗദിയിൽ സന്ദർശന വിസയിലെത്തിയവർ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായി അബ്ഷർ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. മീഡിയ 1 ജിദ്ദ. കോവിഡ് ബൂസ്റ്റർ ഡോസ് നൽകുന്നതിനായി ഖത്തർ ആരോഗ്യ വകുപ്പ് ഉംസലാലിൽ പുതിയ സെന്റർ തുറന്നു. സെന്റർ വഴി എല്ലാവർക്കും സൗജന്യമായി വാക്സിൻ ലഭ്യമാക്കും. ഖത്തറിൽ വാക്സിനേഷൻ നിരക്ക് 85% കടന്നതായി ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അൽത്താനി അറിയിച്ചു. ഈ മാസം 19 മുതൽ ജനുവരി 31 വരെ ബഹ്റൈൻ യെല്ലോ അലർട്ട് ലെവലിലേക്ക് മാറുമെന്ന് കോവിഡ് പ്രതിരോധ മെഡിക്കൽ സമിതി വ്യക്തമാക്കി. കോവിഡ് വകഭേദമായ ഒമിക്രോൺ പ്രതിരോധിക്കുന്നതിനും ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് ജാഗ്രത വർദ്ധിപ്പിക്കുന്നതിനുമാണ് യെല്ലോ ലെവലിലേക്ക് മാറുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഒമിക്രോൺ വ്യാപന പശ്ചാത്തലത്തിൽ രാജ്യത്ത് സ്ഥിതിഗതികൾ പഠനത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ബഹ്റൈനിലെ കോവിഡ് പ്രതിരോധ സമിതി വ്യക്തമാക്കി. കോവിഡ് ജാഗ്രത ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് രാജ്യത്ത് യെല്ലോ ജാഗ്രത ലെവൽ നടപ്പിലാക്കുന്നത്. ഈ മാസം 19 മുതൽ ജനുവരി 31 വരെയുള്ള കാലയളവിൽ നേരത്തെ യെല്ലോ ലെവലിൽ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിർബന്ധമായും പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. 2 ഡോസിൻ വാക്സിൻ സ്വീകരിച്ചവരിൽ ബൂസ്റ്റർ ഡോസിന് സമയമായവർ ഉടൻ ഹെൽത്ത് സെന്ററിലെത്തി വാക്സിൻ സ്വീകരിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യെല്ലോ ലെവൽ കാലയളവിൽ ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചവർക്ക് ഗ്രീൻ ലെവലിലേതുപോലെ മുന്നോട്ട് പോകാൻ സാധിക്കും. രാജ്യത്ത് കോവിഡ് ജാഗ്രത പുലർത്തുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും രാജ്യനിവാസികളോട് കോവിഡ് പ്രതിരോധ സമിതി ആവശ്യപ്പെട്ടു. ഇന്ത്യയിൽ നിന്ന് ഷാർജയിലേക്ക് വരുന്നവർക്ക് UAE ഫെഡറൽ അതോറിറ്റിയുടെയോ GDRFAയുടെയോ മുൻകൂർ അനുമതി ആവശ്യമില്ലെന്ന് ഔദ്യോഗിക എയർലൈനായ എയർ അറേബ്യ അറിയിച്ചു. അതേസമയം അബുദാബി അല്ലൈൻ വിസക്കാർക്ക് ICAയുടെ അനുമതി തേടേണ്ടി വരും. മറ്റ് 6 എമിറേറ്റ്സിലുള്ളവർക്ക് അനുമതി തേടാതെ ഷാർജയിൽ വിമാനമിറങ്ങാം. നേരത്തെ ഷാർജയിൽ എത്തുന്ന ദുബായ് വിസക്കാർക്ക് GDRFAയുടെയും മറ്റ് എമിറേറ്റുകളിലെ വിസക്കാർക്ക് ICAയുടെയും അനുമതി നിർബന്ധമായിരുന്നു. ഇതാണ് ഒഴിവാക്കിയത്.
കുവൈത്തിൽ നിന്ന് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 503 വിദേശികളെ നാടുകടത്തി. ഡിസംബർ 8 മുതൽ 14 വരെയുള്ള കണക്കാണ് ആഭ്യന്തര മന്ത്രാലയത്തിലെ പൊതുജന സമ്പർക്ക വിഭാഗം പുറത്തുവിട്ടത്. വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ 255 പുരുഷന്മാരെയും 248 സ്ത്രീകളെയുമാണ് സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയച്ചത്. താമസ നിയമലംഘകരാണ് ഇവരിൽ ഏറെയും. അനധികൃതമായി ഗാർഹിക തൊഴിലാളി ഓഫീസ് നടത്തിയവരും ലൈസൻസില്ലാതെ വാഹനമോടിച്ചവരും നാടുകടത്തപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട്. ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് താമിർ അൽ അലിയ സൊബാഹ്, മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് ഫൈസൽ നവാഫ് സബാഹ് എന്നിവരുടെ നിർദ്ദേശപ്രകാരം സെപ്റ്റംബർ മുതൽ നാടുകടത്തൽ നടപടികൾ അധികൃതർ വേഗത്തിലാക്കിയിട്ടുണ്ട്. ഓരോ മാസവും 2000-ലേറെ ആളുകളെയാണ് നാടുകടത്തുന്നത്. താമസ നിയമലംഘകരെ പിടികൂടാൻ സെപ്റ്റംബറിൽ ആരംഭിച്ച പരിശോധനാ ക്യാമ്പയിൻ പിടിയിലാകുന്നവരെ പാർപ്പിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ താൽക്കാലികമായി നിർത്തിയിരുന്നു. നാടുകടത്തൽ കേന്ദ്രത്തിൽ ആളൊഴിഞ്ഞു തുടങ്ങിയതോടെ ഇപ്പോൾ ഒറ്റപ്പെട്ട രീതിയിൽ പരിശോധന പുനരാരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മാത്രം 472 പേരെയാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പിടികൂടിയത്. മീഡിയ 1, കുവൈറ്റ് സിറ്റി. മക്കയിലെ ഹറം പള്ളിയിൽ ശ്വാസതടസ്സം നേരിടുന്നവർക്ക് അടിയന്തര ചികിത്സാ ഉപകരണങ്ങൾ സ്ഥാപിച്ചു. സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന അത്യാധുനിക ഉപകരണങ്ങളാണ് സ്ഥാപിച്ചത്. സൗദി റെഡ് ക്രിസന്റ് അതോറിറ്റിയാണ് ഹറം പള്ളിയിൽ പുതിയ സൗകര്യം ഒരുക്കിയത്. എത്തിപ്പെടാൻ കഴിയും വിധം ഹറം പള്ളിയുടെ വിവിധ ഭാഗങ്ങളിൽ ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. മക്കയിലെ ഹറം പള്ളിയിൽ വെച്ച് ശ്വാസതടസ്സം നേരിടുന്നവർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കുന്നതാണ് പുതിയ സേവനം. ഇതിനായി അത്യാധുനിക ഉപകരണങ്ങളാണ് ഹറമിൽ സ്ഥാപിച്ചത്. ഇരുഹറം കാര്യാലയ മേധാവി ഡോക്ടർ അബ്ദുറഹ്മാൻ അൽ സുദൈസ് ഉപകരണങ്ങളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. തീർത്ഥാടകർക്കും സന്ദർശകർക്കും ആരോഗ്യകരമായ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനാണ് ആധുനിക സാങ്കേതിക വിദ്യകളാൽ പ്രവർത്തിക്കുന്ന ചികിത്സാ ഉപകരണങ്ങൾ സ്ഥാപിച്ചതെന്ന് ഷെയ്ഖ് സുദൈസ് പറഞ്ഞു. ശ്വാസതടസ്സം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് വേഗത്തിൽ എത്തിപ്പെടാൻ കഴിയും വിധം ഹറം പള്ളിയുടെ വിവിധ ഭാഗങ്ങളിൽ ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഹറമിലെ ജീവനക്കാർക്കും സമൂഹത്തിലെ ആളുകൾക്കും ഉപകരണത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ച് പരിശീലനം നൽകും. വോയിസ്, ഡിജിറ്റൽ കമന്റുകളാൽ പ്രവർത്തിക്കാൻ കഴിയുന്നതാണ് പുതിയ ഉപകരണങ്ങൾ. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. ഖത്തറിൽ സബ്സിഡിയുള്ള ഉൽപ്പന്നങ്ങൾ മറിച്ചു വിൽക്കുന്നവർക്കെതിരെ കടുത്ത നടപടി. 5 ലക്ഷം റിയാൽ പിഴയും 1 വർഷം തടവുമാണ് ശിക്ഷ. കഴിഞ്ഞ ദിവസം നടത്തിയ വ്യാപക പരിശോധനകൾക്ക് പിന്നാലെയാണ് സബ്സിഡിയുള്ള ഉൽപ്പന്നങ്ങൾ മറിച്ചു വിൽക്കുന്നവർക്കെതിരെ വാണിജ്യ വ്യവസായ മന്ത്രാലയം കടുത്ത നടപടി പ്രഖ്യാപിച്ചത്. സബ്സിഡിയുള്ള ഉൽപ്പന്നങ്ങൾ രാജ്യത്തിന് പുറത്തേക്ക് കടത്താനോ ഇവയുപയോഗിച്ച് അനുമതിയില്ലാതെ മറ്റു ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനോ പാടില്ല. സബ്സിഡിക്ക് അർഹതയില്ലാത്തവർ ഇത്തരം ഉൽപ്പന്നങ്ങൾ കൈവശം വയ്ക്കുന്നതിനും വിലക്കുണ്ട്. കുറ്റം ആവർത്തിച്ചാൽ പിഴയും തടവും ഇരട്ടിയാകും. മീഡിയ 1, ദോഹ. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് നഗരം ഒരുങ്ങി. നാളെ മുതൽ ജനുവരി 30 വരെ നീണ്ടുനിൽക്കുന്ന മേളയുടെ ഭാഗമായി നിരവധി പ്രമോഷൻ പദ്ധതികളും ഓഫറുകളുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദുബായ് എക്സ്പോ കൂടി മുൻനിർത്തി കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിയതും മേളയ്ക്ക് ഉണർവേകും. സംഗീത നിശ, ഡ്രോൺ ഷോ, സമ്മാനങ്ങൾ, ഓഫറുകൾ, വെടിക്കെട്ടുൾപ്പെടെ താമസക്കാർക്കും സന്ദർശകർക്കും ആഹ്ലാദം പകരുന്ന നിരവധി പരിപാടികളാണ് DSF ഭാഗമായി അരങ്ങേറുക. ഡിസംബർ 27 മുതൽ എല്ലാ ദിവസവും ഡെയിലി സർപ്രൈസ് കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിത്യവും ഡ്രോൺ ഷോയും വെടിക്കെട്ടും ഉണ്ടാകും. ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖ സംഗീതജ്ഞരും മേളയ്ക്കെത്തി. നാളെ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ഇമാറാത്തി സൂപ്പർ സ്റ്റാർ ബൽക്കീസ് ഫാത്തിയും ഈജിപ്ഷ്യൻ കലാകാരൻ മുഹമ്മദ് ഹമക്കിയും കലാസന്ധ്യ അവതരിപ്പിക്കും. ജുമൈറ ബീച്ച്, ഐൻ ദുബൈ എന്നിവയ്ക്ക് സമീപം നിത്യവും രാത്രി 7:15 മുതൽ 9:30 വരെ നടക്കുന്ന ഡ്രോൺ ഷോ മറ്റൊരു പ്രത്യേകതയാണ്. അൽസീഫ് മാർക്കറ്റ്, ഗ്ലോബൽ വില്ലേജ്, എക്സ്പോ ഡിസ്ട്രിക്ട് തുടങ്ങി 9 സ്ഥലങ്ങളിലായിരിക്കും സാംസ്കാരിക പരിപാടികൾ അരങ്ങേറുക. 47 ദിവസം നീണ്ടു നിൽക്കുന്ന ഫ്ലാഷ് സെയിലും DSFന്റെ ഭാഗമാണ്. 30 ദശലക്ഷം ദിർഹത്തിന്റെ സമ്മാനങ്ങളാണ് DSF ഭാഗമായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിനോദസഞ്ചാരികൾ നഗരത്തിലുള്ളതിനാൽ അവരെ കൂടി ലക്ഷ്യമിട്ടുള്ള പരിപാടികളാണ് ഇക്കുറി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എക്സ്പോയും ഗ്ലോബൽ വില്ലേജുമെല്ലാം നിറഞ്ഞു കവിയുന്ന സാഹചര്യത്തിൽ DSFന്റെ പ്രായോജകരുടെ എണ്ണവും കുതിച്ചുയരുമെന്നാണ് വിലയിരുത്തൽ. മീഡിയ 1, ദുബൈ. സൗദിയിലെ വിനോദ നഗരമായ ഗിദിയയിൽ 6 ഫ്ലാഗ്സിന്റെ അമ്യൂസ്മെന്റ് പാർക്ക് നിർമ്മാണത്തിന് കരാർ നൽകി. 375 കോടി റിയാലാണ് കരാർ തുക. ഫ്രഞ്ച് കമ്പനിയാണ് നിർമ്മാതാക്കൾ. ലോകത്തെ ഏറ്റവും വലിയ ബഹുമുഖ വിനോദ നഗരമാണ് ഗിദിയയിൽ വരുന്നത്. 6 ഫ്ലാഗ്സിന് അമ്യൂസ്മെന്റ് പാർക്ക് നിർമ്മാണത്തിന് കരാർ നൽകിയതായി ഖിദിയ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി അറിയിച്ചു. ഫ്രഞ്ച് കമ്പനിയായ ബോയ്ഗസ് ബാട്ടിമെന്റ് ഇന്റർനാഷണൽ കമ്പനിയാണ് വിദേശത്ത് നിന്നുള്ള സാന്നിധ്യം. ഇവർ സൗദിയിലെ അൽമബാനി ജനറൽ കോൺട്രാക്ടിംഗ് കമ്പനിയുമായി ചേർന്ന് പദ്ധതി പൂർത്തിയാക്കും. ആകെ 3.25 ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള സ്ഥലത്താണ് 6 ഫ്ലാഗ്സിന്റെ അമ്യൂസ്മെന്റ് പാർക്ക് നിർമ്മിക്കുക. 28 ഗെയിമുകളും
വിനോദ കേന്ദ്രങ്ങളും ഉണ്ടാകും. ഗെയിമുകളിൽ 10 എണ്ണം മുതിർന്നവർക്കും 18 എണ്ണം കുടുംബങ്ങൾക്കും കുട്ടികൾക്കുമുള്ളതാണ്. മിഡിൽ ഈസ്റ്റിലെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നായിരിക്കും സിക്സ് ഫ്ലാഗ്സിന്റെ അമ്യൂസ്മെന്റ് പാർക്ക്. റിയാദിൽ നിന്നും മക്ക റോഡിൽ മലനിരകളോട് ചേർന്നാണ് ഗിദിയ പദ്ധതി പ്രദേശം. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. ലയണൽ മെസ്സിയെ നേരിൽ കണ്ടതിന്റെ ആവേശത്തിലാണ് ഖത്തറിലെ ഒരു പറ്റം മലയാളികൾ. അൽമാജ് ജ്വല്ലേഴ്സിന്റെ വാച്ച് ഷോറൂമിലാണ് മെസ്സി എത്തിയത്. മീഡിയ 1, ദോഹ. ദുബായ് സർക്കാർ വകുപ്പിന്റെ വിവിധ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 30,000 ദിർഹം അഥവാ 6 ലക്ഷം രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ഒഴിവുകളാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദുബായ് ഹെൽത്ത് അതോറിറ്റി, മീഡിയ ഓഫീസ്, ടൂറിസം വകുപ്പ് തുടങ്ങിയവയിലാണ് ഒഴിവുകൾ. ദുബായ് ഹെൽത്ത് അതോറിറ്റിയിൽ സ്പെഷ്യലിസ്റ്റ് രജിസ്ട്രാർ ഒഴിവിലേക്ക് അംഗീകൃത മെഡിക്കൽ സ്ഥാപനങ്ങളിൽ നിന്ന് ബിരുദവും ഫെലോഷിപ്പുമുള്ളവർക്ക് അപേക്ഷിക്കാം. 20,000 മുതൽ 30,000 ദിർഹം വരെയാണ് ശമ്പളം. ദുബായ് ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നഴ്സിന്റെ ഒഴിവിലേക്ക് BSc നഴ്സിംഗോ തത്തുല്യ യോഗ്യതയോ 2 വർഷത്തെ പരിചയസമ്പത്തോ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ശമ്പളം 10,000 ദിർഹത്തിന് ചുവടെ. ഇതേ ഹോസ്പിറ്റലിലെ സീനിയർ സ്പെഷ്യലിസ്റ്റ് രജിസ്ട്രാർ തസ്തികയിലും വേക്കൻസിയുണ്ട്. 20,000 മുതൽ 30,000 ദിർഹം വരെ ശമ്പളത്തിലായിരിക്കും നിയമനം. അൽ ജലീലിയ ചിൽഡ്രൻ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ സൈക്കോളജിസ്റ്റിന്റെ വേക്കൻസിയുണ്ട്. ദുബായ് മീഡിയ ഓഫീസിൽ അറബിക് എഡിറ്ററുടെ ഒഴിവിലേക്ക് ജേർണലിസം, കമ്മ്യൂണിക്കേഷൻ, മൾട്ടിമീഡിയ, മീഡിയ സ്റ്റഡി എന്നിവയിൽ ഏതെങ്കിലും ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. ശമ്പളം 10,000 ദിർഹത്തിന് ചുവടെ. അറബിക് സീനിയർ എഡിറ്റർ വേക്കൻസിയിലേക്കും ഇതേ യോഗ്യതകളാണ് വേണ്ടത്. ശമ്പളം 10,000 ദിർഹം മുതൽ 20,000 ദിർഹം വരെ. ദുബായ് ടൂറിസത്തിൽ ഡാറ്റ എഞ്ചിനീയറുടെ ഒഴിവിലേക്ക് ബന്ധപ്പെട്ട മേഖലയിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. വനിതാ ശാക്തീകരണ വകുപ്പിൽ ഫിറ്റ്നസ് സൂപ്പർവൈസറുടെ വേക്കൻസിക്കും അപേക്ഷിക്കാം. ബന്ധപ്പെട്ട മേഖലകളിലെ ഡിപ്ലോമയാണ് യോഗ്യത. മീഡിയ 1, ദുബായ്. കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇന്ത്യൻ അംബാസിഡർ സിബി ജോർജ് കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യ മന്ത്രാലയത്തിലെ ഏഷ്യൻ അഫയേഴ്സ് സഹമന്ത്രി വലീദ് അലി അൽ ഖുബൈസി, കോൺസുലർ കാര്യ സഹമന്ത്രി മിഷ്അൽ ഇബ്രാഹിം മുദഫ്, പ്രോട്ടോകോൾ അഫയേഴ്സ് സഹമന്ത്രി ദാരി അജ്റാൻ എന്നിവരുമായാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഇരു രാജ്യങ്ങൾ തമ്മിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും പ്രവാസികളുമായി ബന്ധപ്പെട്ട പൊതുവിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. നഴ്സുമാരുടെയും എഞ്ചിനീയർമാരുടെയും പ്രശ്നങ്ങൾ, കോവാക്സിൻ അംഗീകാരം എന്നിവ അംബാസിഡർ കുവൈത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി എംബസി അറിയിച്ചു. ഖത്തറിൽ കാൽനട യാത്രക്കാർക്ക് സഹായകമായി പുതിയ സംവിധാനം. ട്രാഫിക് സിഗ്നലുകളിൽ കാൽനട യാത്രക്കാർക്ക് മുൻഗണന നൽകും. പൊതുമരാമത്ത് അതോറിറ്റി അഷ്ഗാലാണ് സാങ്കേതികവിദ്യ വികസിപ്പിച്ചത്. റോഡിലെ തിരക്കും അണമുറിയാത്ത വാഹനങ്ങളുടെ ഒഴുക്കും കണ്ട് റോഡ് മുറിച്ചു കടക്കാൻ ഇനി ടെൻഷൻ വേണ്ട. നിങ്ങളെ സഹായിക്കാൻ ജാഗരൂകരായി ചില ക്യാമറ കണ്ണുകളുണ്ട്. ട്രാഫിക് സിഗ്നലുകളിൽ സ്ഥാപിച്ച ഓട്ടോമാറ്റിക് പെഡസ്ട്രിയൻ ക്രോസിംഗ് സെൻസർ സാങ്കേതികവിദ്യയാണ് യാത്രക്കാർക്ക് സഹായകമാകുന്നത്. കാൽനട യാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും റോഡ് മുറിച്ചു കടക്കൽ അനായാസമാക്കുകയാണ് ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ ദോഹ സിറ്റി സെന്റർ, നാസർ ബിൻ ഖാലിദ് ഇന്റർസെക്ഷൻ, അൽ ജസ്ര ഇന്റർസെക്ഷൻ, വാദി അൽസൈൽ ഇന്റർസെക്ഷൻ, ഫയർ സ്റ്റേഷൻ ഇന്റർസെക്ഷൻ, അൽ ഖലീജ് ഇന്റർസെക്ഷൻ, അൽ ദിവാൻ ഇന്റർസെക്ഷൻ എന്നിവിടങ്ങളിലാണ് സെൻസർ സ്ഥാപിച്ചത്. വൈകാതെ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവ സ്ഥാപിക്കും. നിലവിൽ സിഗ്നൽ പോയിന്റുകളിൽ ബട്ടൺ അമർത്തിയ ശേഷം പച്ച തെളിയുന്നതോടെയാണ്
കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാൻ കഴിയുക. എന്നാൽ ഓട്ടോമാറ്റിക് പെഡസ്ട്രിയൻ ക്രോസിംഗ് സെൻസർ സ്ഥാപിച്ച പോയിന്റുകളിൽ കാൽനട യാത്രക്കാർ റോഡ് മുറിച്ചു കടക്കേണ്ട മേഖലയിലെത്തുന്നതോടെ സെൻസർ തിരിച്ചറിയും. തിരക്കിനനുസരിച്ച് കാൽനട യാത്രക്കാർക്ക് മുൻഗണന നൽകി ട്രാഫിക് ക്രമീകരിക്കാനും ആവശ്യാനുസരണം കാൽനട യാത്രക്കാർക്കുള്ള ഗ്രീൻ സിഗ്നൽ നിലനിർത്താനും സെൻസർ വഴി കഴിയും. ദിവസവും മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന രീതിയിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. മീഡിയ 1 ദോഹ. സൗദിയിൽ ഫോക്കസ് ഇന്റർനാഷണൽ ജിദ്ദ ഡിവിഷൻ ലീഡർഷിപ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു. ജിദ്ദ സ്പീക്കേഴ്സ് ഫോറം ചെയർമാൻ അബൂബക്കർ അബ്ദുറഹ്മാൻ ക്യാമ്പിന് നേതൃത്വം നൽകി. ഫോക്കസ് ജിദ്ദ ഡിവിഷൻ ഡയറക്ടർ ജയ്സൽ അബ്ദുറഹ്മാൻ പരിപാടി നിയന്ത്രിച്ചു. കുവൈത്തിൽ നിന്നും പ്രവാസം അവസാനിപ്പിച്ച് മടങ്ങുന്ന എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ സാം പൈൻമൂഡിനും സാമൂഹ്യ പ്രവർത്തകൻ NA മുനീറിനും മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് യാത്രയയപ്പ് നൽകി. സാൽമിയ സൂപ്പർ മെട്രോ സ്പെഷ്യാലിറ്റി സെന്ററിൽ നടന്ന ചടങ്ങ് നോർക്ക ക്ഷേമനിധി ബോർഡ് അംഗം അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ മുസ്തഫ ഹംസ അധ്യക്ഷനായിരുന്നു. വിവിധ പ്രവാസി സംഘടനാ നേതാക്കൾ ആശംസകൾ നേർന്നു. ഫൈസൽ, റിഷാദ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഖത്തറിലെ മലപ്പുറം ജില്ലക്കാരുടെ കൂട്ടായ്മയായ ഡോം ഖത്തർ ദോഹയിൽ സംഘടിപ്പിക്കുന്ന ഖത്തർ കിക്ക് ഓഫ് സ്പോർട്സ് മേളയുടെ ലോഗോ ദോഹയിൽ പ്രകാശനം ചെയ്തു. ലോകകപ്പ് കൌണ്ട്ഡൌൺ ക്ലോക്കിന് മുന്നിൽ വെച്ച് ഡോം ഖത്തർ രക്ഷാധികാരിയും ഗ്രാൻഡ് മോൾ റീജിയണൽ ഡയറക്ടറുമായ അഷ്റഫ് ചിറക്കൽ, മുഖ്യ രക്ഷാധികാരി അച്ചു ഉള്ളാട്ടിൽ എന്നിവർ ചേർന്ന് ലോഗോ പുറത്തിറക്കി. സംഘടനയുടെ സെക്രട്ടറി സ്റ്റാലിൻ ശിവദാസാണ് ലോഗോ രൂപകൽപ്പന ചെയ്തത്. പ്രസിഡന്റ് VC മഷൂദ് അധ്യക്ഷത വഹിച്ചു. ബഹ്റൈനിലെ ജീവകാരുണ്യ കൂട്ടായ്മയായ ഹോപ്പ് ബഹ്റൈൻ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു. സാബു ചിറമേൽ പ്രസിഡന്റായും ഷാജി സിബിൻ സലീം ജനറൽ സെക്രട്ടറിയുമായി നിലവിൽ വന്ന പുതിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവാസികൾക്കിടയിൽ സേവന പ്രവർത്തനങ്ങൾ വിപുലമാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കുവൈത്തിൽ 2.5 ലക്ഷത്തോളം വിദേശികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് പിൻവലിക്കാനൊരുങ്ങി ഗതാഗത വകുപ്പ്. 1 മാസത്തിനുള്ളിൽ ഇതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് സൂചന. ലൈസൻസ് മാനദണ്ഡങ്ങൾക്ക് കൂടുതൽ കർശനമാകുമെന്നും അധികൃതർ സൂചന നൽകി. തൊഴിൽ മാറ്റവും മറ്റ് കാരണങ്ങളാലും യോഗ്യതാ പരിധിക്ക് പുറത്തായ വിദേശികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആയിരിക്കും പ്രധാനമായും പിൻവലിക്കുക. പ്രവാസം അവസാനിപ്പിച്ചു മടങ്ങിയവർ, കോവിഡ് രൂക്ഷമായ കാലത്ത് നാട്ടിൽ കുടുങ്ങി ഇഖാമ നഷ്ടമായവർ എന്നിവരുടെ ലൈസൻസുകളും അസാധുവാകും. ഡിസംബറിൽ തന്നെ ഇതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാനാണ് നീക്കം. എല്ലാ ലൈസൻസുകളും പരിശോധിച്ച് അർഹതയുള്ളവരുടേതു മാത്രം നിലനിർത്താൻ 3 മാസത്തോളം സമയം വരുമെന്നാണ് കണക്കുകൂട്ടൽ. വിദേശികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിന് ചുരുങ്ങിയത് 600 ദിനാർ ശമ്പളം, ബിരുദം, തുടർച്ചയായും 2 വർഷം താമസം എന്നിവയാണ് ഉപാധികൾ. ജോലിമാറ്റമോ മറ്റോ ആയ കാരണങ്ങളാൽ ഈ പരിധിക്ക് പുറത്താകുന്നവർ ലൈസൻസ് തിരിച്ചേൽപ്പിക്കേണ്ടതുണ്ട്. ചില തസ്തികകളിലുള്ളവർക്ക് ഉപാധി കൂടാതെ ലൈസൻസ് അനുവദിക്കുന്നുണ്ട്. ഇത്തരം തസ്തികകളിൽ നിന്ന് മാറിയാലും ലൈസൻസ് തിരിച്ചേൽപ്പിക്കണം. ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ഡ്രൈവിംഗ് ലൈസൻസ് മാനദണ്ഡങ്ങൾ അധികൃതർ കർശനമാക്കിയത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. മലപ്പുറം രാമപുരം സ്വദേശി കുവൈത്തിൽ ഹൃദയാഘാതം മൂലം മരിച്ചു. പനങ്ങാങ്ങര കൊളവർക്കുന്നത്ത് ബാലകൃഷ്ണനാണ് മരിച്ചത്. 54 വയസ്സായിരുന്നു. മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. തൃശൂർ ചാവക്കാട് ഒരുമനയൂർ സ്വദേശി കുവൈത്തിൽ മരിച്ചു. പുതിയ വീട്ടിൽ ബഷീർ ജമാലിയാണ് മരിച്ചത്. 59 വയസ്സായിരുന്നു. മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ KKMA മാഗ്നറ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു. ഒമാനിലെ ഇന്ത്യൻ എംബസി ആർട്ട് ആൻഡ് സോൾ ഗാലറിയുമായി സഹകരിച്ച് നടത്തുന്ന ഇന്ത്യ ഒമാൻ സംയുക്ത ആർട്ട് എക്സിബിഷന് തുടക്കമായി. ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗ് ആർട്ട് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെയും ഒമാനിന്റെയും സൗന്ദര്യവും സംസ്കാരവും വിളിച്ചോതുന്ന പ്രദർശനത്തിൽ ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള നിരവധി കലാകാരന്മാരുടെ 50-ലധികം ചിത്രങ്ങളാണ് ഉള്ളത്. ഒമാനിലെ കലാ, സാംസ്കാരികം, ബിസിനസ് മേഖലകളിലെ പ്രതിനിധികളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഇനി പ്രധാന നഗരങ്ങളിലെ താപനില. കറൻസി വിനിമയ നിരക്ക്. സൗദി റിയാൽ 20 രൂപ 25 പൈസ, UAE ദിർഹം 20 രൂപ 68 പൈസ, ഖത്തർ റിയാൽ 20 രൂപ 89 പൈസ, ഒമാനി റിയാൽ 197 രൂപ 77 പൈസ, കുവൈറ്റ് ദിനാർ 250
രൂപ 0.9 പൈസ, ബഹ്റൈൻ ദിനാർ 200 രൂപ 95 പൈസ.